നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പം തിരുവല്ലം ടോൾ പ്ലാസയിലാണുള്ളത്. ഇന്നത്തെ എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. എൻ്റെ ഫാസ്ടാഗിൽ ബാലൻസ് ഉണ്ടാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും 320 രൂപ അവർ പേ ചെയ്തു. ഫൈനലി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഓൾറെഡി 160 റുപ്പീസ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. തിരുവല്ലം ടോൾ പ്ലാസ ടോൾ ഗേറ്റ് ചെക്ക് ചെയ്യുക. താങ്ക് യു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സുപ്രധാന കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. ഇന്നലെ 20/4/2025 ഞാൻ തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയുള്ള യാത്രയിൽ കഴക്കൂട്ടം ചെക്ക് പോസ്റ്റ് എന്നാണ് പറയുന്നത്. ടോൾ പ്ലാസ തിരുവല്ലം ടോൾ പ്ലാസ എന്നാണ് ആക്ച്വലി ആ ടോൾ പ്ലാസയുടെ മേൽ എഴുതിയിരിക്കുന്നത്. ഞാനിവിടുന്ന് ടോൾ പ്ലാസ ചെന്നപ്പോൾ എൻ്റെ ഫാസ്ടാഗിൽ ക്യാഷില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് അവർ എറർ കാണിച്ചു, ക്യാഷില്ലെന്നും പറഞ്ഞുകൊണ്ട്. എനിക്കറിയാം എൻ്റെ അതിനകത്ത് ഫാസ്ടാഗിൽ ബാലൻസ് ഉണ്ടെന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എൻ്റെ ക്യാഷ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞല്ല, നിങ്ങളുടെ ക്യാഷില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഡബിൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ 320 രൂപ, വൺ സൈഡ് 120 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫാസ്ടാഗിൻ്റെ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ 160 + 160 നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അതുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ പോയി വരാൻ പറ്റില്ല, ഒരു സൈഡ് മാത്രമേ പോകാൻ പറ്റുള്ളൂ, ക്യാഷ് ഇല്ലാത്തതുകൊണ്ട്. സോ അവർ 160 റുപ്പീസ് + 160 നോ ഫാസ്ടാഗ് ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫാസ്ടാഗിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ആ ഫൈനും മേടിച്ചിട്ട് 320 രൂപ എൻ്റെ ചാർജ് ചെയ്തു. ഞാൻ പേയ്മെൻറ്റ് നടത്തി, വണ്ടി മുന്നോട്ട് മാറ്റി സൈഡിൽ ഒതുക്കി. ഞാൻ എൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്തു. എനിക്ക് 502 രൂപ അതിനകത്ത് ബാലൻസ് ഉണ്ട്. ആക്ച്വലി എബോവ് 600 സംതിങ് ഉണ്ടായിരുന്നു, എനിക്ക് അറിയാമായിരുന്നു. സോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അടുത്ത മെസ്സേജ് വന്നത് 160 ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി. ദാറ്റ് മീൻ ഞാൻ ഈ ടോൾ പ്ലാസ പാസ് ചെയ്യുമ്പോൾ സ്കാനിങ് എറർ കാണിച്ചുകൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 160 രൂപ ഓൾറെഡി കട്ടായി. അതിനുശേഷം ഇവന്മാർ മേടിച്ചത് 320 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഇല്ല എന്നും പറഞ്ഞ് ക്യാഷായി മേടിച്ചു. ഞാൻ വണ്ടി ഒതുക്കി തിരിച്ചു വന്നു. യവന്മാരെ കാണിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ എൻ്റെ ക്യാഷ് കട്ടായിട്ടുണ്ട്, നിങ്ങൾ പ്ലസ് നിങ്ങൾ 320 റുപ്പീസ് നിങ്ങൾ ഓടി എൻ്റെ നിന്ന് ക്യാഷായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വലിയ ന്യായങ്ങളൊക്കെ പറയണത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇറർ കാണിച്ചതാണ് മറ്റേയാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ന്യായങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, നിങ്ങൾ ക്യാഷ് തിരിച്ചു തരാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആന വേണം കുതിര വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറഞ്ഞു അപ്പുറത്താണ് മറ്റേ ഏതൊരു ഓഫീസിലേക്ക്. ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല, ഇവിടെ വരാൻ പറഞ്ഞു, ആളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. സോ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു, സംസാരിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ വേറെ ആരൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞ് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, എനിക്ക് ഇത്ര വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ വണ്ടിയിട്ട് ബ്ലോക്ക് ആക്കി എനിക്ക് ക്യാഷ് ഒന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ലാസ്റ്റ് എൻ്റെ ക്യാഷ് 320 രൂപ ഞാൻ ക്യാഷായി തിരിച്ചു മേടിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവന്മാരെ ജനസമൂഹങ്ങൾ ഒറ്റപ്പെടുത്തണം. നിങ്ങൾ ആരും പ്രതികരിക്കാതെ പോകരുത്. നമ്മളെല്ലാവരും തന്നെ എത്ര ആൾക്കാർ ടോൾ പ്ലാസ നമ്മൾ പാസ് ചെയ്യുന്നതാണ്. ആ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ടെൻഷൻ, നമുക്ക് ഒരു യാത്ര എവിടെയെങ്കിലും പോകാൻ നമ്മളിപ്പോൾ ആ മാനസിക സന്തോഷത്തിൽ പോകുമ്പോൾ നമ്മളെല്ലാ പ്രിപ്പറേഷൻ കൂടിയാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ അരമണിക്കൂർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രയാസം തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇത്തരത്തിൽ തോന്നിവാസം കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇത് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇതിൻ്റെ എല്ലാ രേഖകളും ഞാൻ ഇതിനോടൊപ്പം ഈ വീഡിയോയോട് കൂടി അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. എൻ്റെ 160 രൂപ എൻ്റെ ഫാസ്ടാഗിൽ നിന്ന് കട്ടായതും യവന്മാരെൻ്റെ നിന്ന് 320 രൂപ ക്യാഷ് മേടിച്ചതും എൻ്റെ ബാങ്ക് ബാലൻസും ദാറ്റ് മീൻ ഫാസ്ടാഗിൻ്റെ ബാങ്ക് ബാലൻസും എല്ലാം വ്യക്തമായി ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ആർക്കും ഈ ഒരു അനുഭവം ഇനി മേൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കൈ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേ ചെയ്യുക. പേ ചെയ്ത് അങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എടുത്ത് നോക്കുക, നമ്മുടെ ക്യാഷ് പോയിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ടേ പോകാവൂ. ഇത് നമ്മുടെ പ്ലാനിങ് ആണിത്. ഇത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതല്ല, ഇത് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ പ്ലാനിങ് ആണ്. ഇങ്ങനെ പല ആൾക്കാരും പോയി ഇത്രമാത്രം ലക്ഷം രൂപയാണെന്ന് അറിയുമ്പോൾ അവന്മാർ അക്കൗണ്ടിൽ ചെല്ലുന്നത്. അതുകൊണ്ട് ഈ കള്ളന്മാരുടെ തെമ്മാടത്തിന് അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളെല്ലാവരും പ്രതികരിക്കുക. അതാണ് വേണ്ടുന്നത്. അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നീതി നമുക്ക് നടപ്പാക്കാൻ സാധിക്കുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. എവിടെ പോയാലും നിങ്ങളുടെ ഫാസ്ടാഗിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ 101% നിങ്ങൾ പറയണം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് പറയുക. ദാറ്റ് മീൻ എൻ്റെ ബാലൻസ് ഉണ്ടെന്ന് പറയുക. ഇല്ല നിങ്ങൾ പേ ചെയ്യാൻ പറഞ്ഞാൽ മാന്യമായിട്ട് പേ ചെയ്യുന്നു, നമ്മൾ ഒതുക്കി മാറ്റി നിർത്തുന്നു. പിന്നെ തോന്നിവാസം കാണിച്ചാൽ നമ്മൾ അതിനെ പ്രതികരിക്കണം. അതിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള നല്ല നല്ല മെസ്സേജുമായിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും വരുന്നതായിരിക്കും. SP ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കാണണം. ഇത് തിരുവനന്തപുരത്ത് നിന്നും ഞാൻ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ എനിക്ക് തിരുവല്ലം ടോൾ പ്ലാസയിൽ അടിച്ചു തന്ന പണിയാണിത്. പക്ഷേ ഞാൻ പിടിച്ചിട്ട് ക്യാഷ് മേടിച്ചു, വേറെ സത്യം. എനിക്ക് വണ്ടിയിൽ ഫാസ്ടാഗിന് പൈസ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ 160 രൂപ + 160 എക്സ്ട്രാ മേടിച്ചു. ദാറ്റ് മീൻ നമ്മൾ ഡബിൾ പേയ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് നമ്മുടെ ഫാസ്ടാഗിൽ ക്യാഷ് ഇല്ലെങ്കിൽ. എമൗണ്ട് പെയ്ഡ് 160, ഫൈൻ ഫോർ നോൺ ഫാസ്ടാഗ് 160. ദാറ്റ് മീൻ ടോട്ടലി 320 റുപ്പീസ് ഞാൻ ക്യാഷ് പേ ചെയ്യാൻ പറഞ്ഞു. എനിക്കറിയാം എൻ്റെ ഓൾറെഡി എൻ്റെ അതിനകത്ത് ബാലൻസ് സംബന്ധിച്ച് എനിക്ക് നല്ല നിശ്ചയം എനിക്കുണ്ട്. അങ്ങനെ ക്യാഷ് പേ ചെയ്ത് ഞാൻ മാറിയപ്പോൾ എനിക്ക് നേരെ എൻ്റെ
പേയ്മെൻറ്റ് കട്ടായിട്ട് 160 റുപ്പീസ് എൻ്റെ ബാങ്ക് ബാലൻസ് നിന്ന്, അതായത് ദാറ്റ് മീൻ എൻ്റെ ഫാസ്ടാഗിൻ്റെ ബാലൻസ് നിന്നും 160 റുപ്പീസ് കട്ടായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് അതിനകത്ത് വന്നേക്കുന്ന ഫാസ്ടാഗിൻ്റെ ബാലൻസ് വന്നേക്കുന്നത് 502 രൂപ എനിക്ക് ബാലൻസും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നതിന് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. തിരുവനന്തപുരം ബൈപ്പാസ് ഫ്രം കഴക്കൂട്ടം ഈ റൂട്ടാണ് അടിച്ചേക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തിരുവല്ലം ജംഗ്ഷനിലെ തിരുവല്ലം ചെക്ക് പോസ്റ്റ് എന്നാണ് ഈ ചെക്ക് പോസ്റ്റിൻ്റെ പേര്. ഞാൻ ഇതുമായിട്ട് അമ്മമാർ ചെന്നപ്പോൾ അമ്മമാർ പറഞ്ഞിട്ട് അത് നിങ്ങളുടെ അതിൽ ക്യാഷ് ഇല്ല. ഞാൻ പറഞ്ഞു എൻ്റെ അതിൽ ക്യാഷ് ഉണ്ട്, ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്ന് 160 റുപ്പീസ് ഓൾറെഡി നിങ്ങൾ ഫാസ്റ്റാഗ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ക്യാഷ് തിരിച്ചു തന്നു. അത് ഞങ്ങൾ പേ ചെയ്തു പോയി, അങ്ങനെ ഇങ്ങനെ ന്യായങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ടി വിട്ട് ഞാൻ ബ്ലോക്കാക്കും, ഞാൻ വണ്ടി ബ്ലോക്കാക്കുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ ക്യാഷ് തരിക എന്ന് പറഞ്ഞ് ലാസ്റ്റ് അവൻ്റെ ഏതോ ഒരു ഓഫീസറെ വിളിച്ചു. അവൻ വന്ന് കുറച്ച് ന്യായങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ കൂടുതൽ ന്യായങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്ക് മര്യാദയ്ക്ക് ക്യാഷ് തരാൻ പറഞ്ഞു. ബിക്കോസ് എൻ്റെ കയ്യിൽ നിന്ന് ഓൾറെഡി ക്യാഷ് പോയിരിക്കുകയാണ്, എൻ്റെ 160 പോയിരിക്കുന്നു. എൻ്റെ ബാങ്ക് ബാലൻസ് കിടക്കുന്നത്, ഫാസ്ടാഗിൻ്റെ ബാലൻസ് കിടക്കുന്നത് 505 രൂപയാണ്. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവന്മാരെ ഒറ്റപ്പെടുത്തണം. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, മാക്സിമം നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം. ഇത് തിരുവനന്തപുരത്ത് നിന്നും ഞാൻ കന്യാകുമാരിയിലേക്ക് യാത്രയാകുന്ന വഴിക്കുള്ള കഴക്കൂട്ടം എന്ന് പറയുന്ന അതിലാണ്, ആ ലേബലിലാണ് എനിക്ക് റെസിപ്റ്റ് തന്നേക്കുന്നത്. തിരുവല്ലം ചെക്ക് പോസ്റ്റാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആരും ചതിയിൽപ്പെടരുത്. ഇൻ കേസ് അവന്മാരുടെ പരിപാടിയാണിത്. കാരണം നമ്മുടെ സ്കാൻ ആയില്ല എന്നും പറഞ്ഞ് ക്യാഷ് മേടിക്കുകയും ചെയ്യും, നമ്മുടെ ക്യാഷ് പോവുകയും ചെയ്യും. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ആരും തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും. അത് 160 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്പോൾ ടോട്ടൽ എത്രയായി? 320, 420, 480 രൂപയാണ് ഒറ്റ പാസിങ് എൻ്റെ നിന്ന് മേടിച്ചത്. വളരെ വ്യക്തമാണ്. നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്ത് വെക്കുക, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ പ്രചരിപ്പിക്കുക. ഇത് ഫുൾ തെളിവോട് കൂടിയാണ് ഇത് ഇന്നലെ നടന്ന സംഭവമാണ്. ഇത് 20-ാം തീയതി നടന്ന സംഭവമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും ഈ തെമ്മാടിത്തരം കാണിക്കുന്നവന്മാരെ ഒറ്റപ്പെടുത്തണം. എല്ലാവരും ഇത് കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യണം. ദയവ് ചെയ്ത് ഇതാരും ഇഗ്നോർ ചെയ്യരുത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ആർക്കും നാളെ അനുഭവം വരാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എല്ലാവരും.